ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഷാ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നുള്ളത് ലണ്ടനിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് മെയിനായിട്ട് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇവിടെ ഈജിപ്ഷ്യൻ മമ്മീസ് ഉണ്ട്, അതുപോലെ തന്നെ ചൈനീസ്, ഇന്ത്യൻ, ഗ്രീക്ക് ചരിത്രനിധികൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിപ്പോൾ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് എൻട്രി ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. എൻട്രി ടിക്കറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷേ നമ്മൾ ടിക്കറ്റ് എടുത്ത് സ്ലോട്ട് സെക്യൂർ ചെയ്യണം, മീൻസ് ടൈം സ്ലോട്ട് സെക്യൂർ ചെയ്യണം. ടിക്കറ്റ് ഫ്രീ ആണ്. സോ നമുക്ക് പോവാം. So slow, blankets tangled, your face aglow. Snow whispers soft against the glass this moment. നമ്മൾ ഫസ്റ്റ് കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ സൗത്ത് ഏഷ്യ ആണ്. സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ മെയിൻലി ഇന്ത്യൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക കൺട്രീസ് ആണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൗത്ത് ഇന്ത്യൻ സെക്ഷനിൽ വന്നപ്പോൾ ഇവിടെ വച്ചേക്കണം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ശില്പങ്ങൾ, മെയിൻലി നമ്മുടെ ഹിന്ദു ദൈവങ്ങളുടെ ശില്പങ്ങൾ. ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിനൊരു ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാരണം ഇതിൽ ഗിഫ്റ്റ് കിട്ടിയതും അവർ ലീഗലി പർച്ചേസ് ചെയ്തതൊക്കെ ഉണ്ടാവുമെങ്കിൽ കൂടി കൂടുതലും ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ പിടിച്ചെടുത്ത നമ്മുടെ പുരാതന വസ്തുക്കളാണ് കൂടുതലും കാണാൻ കഴിഞ്ഞത്. ഇത് കണ്ടപ്പോൾ മനസ്സിനൊരു ഭയങ്കര വിഷമമായിരുന്നു. ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന വാള്, മോതിരം എല്ലാം മൈസൂർ സുൽത്താൻ, ദി ടൈഗർ ഓഫ് മൈസൂർ, ടിപ്പു സുൽത്താൻ്റെ ആണ്. ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയായിട്ട് അദ്ദേഹം യുദ്ധം ചെയ്ത് കൊല്ലപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പല സ്വത്തുക്കളും വിജയത്തിൻ്റെ ട്രോഫിയായിട്ട് ഇവർ പിടിച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അടുത്തത് നമ്മൾ കയറാൻ പോകുന്നത് ഈജിപ്തിലേക്കാണ്. നമ്മൾ മമ്മി കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്.
പുരാതന ഈജിപ്തുകാർ മരണാനന്തര ജീവിതത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അവർ ശവശരീരങ്ങളൊക്കെ മമ്മിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മരിച്ചാലും മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവ് നിലനിൽക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. മെയിനായിട്ട് ഈജിപ്തുകാർ മരണാനന്തര ജീവിതത്തിന് നമ്മളിപ്പോൾ ഉള്ളത് ആഫ്രിക്കയിലാണ്. ഇവിടെ കാണുന്ന കറുത്ത വലിയ രൂപങ്ങൾ മോക്കോ ജംബികളാണ്. ജംബി എന്നത് ഭൂതം, ആത്മാവ് എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ആഫ്രിക്കയിൽ നിന്നും മാറ്റി പാർപ്പിക്കപ്പെട്ട പൂർവികരുടെ ആത്മാക്കളെ സൂചിപ്പിക്കുന്ന രൂപങ്ങളാണിവ. മോക്കോ ജംബി കാർണിവലിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ ഗ്രാമങ്ങളെ ദുഷ്ടശക്തികളിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു സംരക്ഷകനായും കാണപ്പെടുന്നു. ഇവിടെ കാണുന്നത് ഒബ്ജക്ട്സ് ഓഫ് പവർ. കോങ്കോ ജനത വിശ്വസിച്ചിരുന്ന ശക്തി പ്രതിമകളാണ്. ആരോഗ്യവും ഭാഗ്യവും സംരക്ഷിക്കാൻ അതുപോലെ തന്നെ തെറ്റുകാരെ പിടിക്കാനൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്.
ഇവരുടെ ഈ സംസ്കാരത്തിൽ ഇത് രക്ഷയും ശക്തിയും തരുന്ന വസ്തുക്കളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്പിരിച്വൽ പവർ ഒബ്ജക്റ്റായിട്ട് അവർ കണ്ടുവന്നിരുന്നു. പ്രാചീന ആഫ്രിക്കക്കാർ യൂസ് ചെയ്ത് വന്നിരുന്ന അവരുടെ പാത്രങ്ങൾ, മൺപാത്രങ്ങൾ മെയിൻലി, പിന്നെ അവരുടെ വെപ്പൺസ്, അവരുടെ തുണിത്തരങ്ങൾ, ഇതൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു. സോ ഇന്നത്തെ നമ്മുടെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഇന്ത്യ, ഈജിപ്ത്, ആഫ്രിക്കയാണ് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ ഗ്രീക്ക്, റോമൊക്കെ പോയിരുന്നു. പക്ഷേ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ആക്കുകയാണെങ്കിൽ ഈ വീഡിയോ വളരെ ലോങ് ആയി പോകും. സോ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Bye from Mr. and Mrs. Shah.